കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ എപ്പിസോഡ് 7 ആണ്. ഗൈസ്, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. കാര്യം ഇന്നും പലരും സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ അത് നമുക്ക് ഒരു മോട്ടിവേഷനൊക്കെ ആകത്തുള്ളൂ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്പിട്ട് തുടങ്ങാൻ നേരത്ത് നമ്മുടെ ബ്രോക്കർ ചോദിക്കുന്നുണ്ട്, നീ റെക്കാൻ്റെ അവകാശിയല്ലേ, നീ ഇവിടെ എന്ത് ചെയ്തു? ഫാങ്ങിന്റെ മാൻ അബ്സോർവ് ചെയ്തോ? ഫാങ്ങിന്റെ മാൻ അബ്സോർവ് ചെയ്യുന്നു, അതിനർത്ഥം ഫാങ് അവൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതാണോ? ഈ സമയത്ത് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നുണ്ട്. അതായത് സക്സസർ ഓഫ് ദി ഫാങ്ങിനെ തൻ്റെ അലയായിട്ട് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ? സുഹോ പറയുന്നുണ്ട്, ഞാൻ ആദ്യം മുതൽ തന്നെ അതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അവൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവർ തമ്മിൽ എന്താ പറയുക, ഒരു ലിങ്ക് ക്രിയേറ്റ് ആകുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ റെക്കൻ്റെ മകൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക്. എടാ, നമ്മളെ യുദ്ധം തോറ്റിരിക്കുവാണ്, ഷാഡോ മോണാർക്കുള്ള യുദ്ധം നമ്മൾ തോറ്റിരിക്കുവാണ്. എൻഡ് ഓഫ് ദി ഡേ ഈ ലോകത്ത് സർവൈവ് ചെയ്യുന്നത് ഫിറ്റ്നസ് ഉള്ളവർ മാത്രമാണ്. നമ്മളെപ്പോലെ തോറ്റവർ ഈ ലോകത്ത് നന്നായിട്ട് തന്നെ സഫർ ചെയ്തേണ്ടായിരിക്കുന്നു. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ സ്ട്രോങ്ങറായിട്ട് മാറണം, ഫാങ്ങിന് വേണ്ടി നീ സ്ട്രോങ്ങറായിട്ട് മാറണം. പക്ഷെ പിന്നെ കാണിക്കുന്നത് അവൻ പേടിച്ച് പറിച്ചിരിക്കുന്നതാണ്. കാര്യം ബ്രോക്കി മുട്ടുകുത്തി നിൽപ്പുണ്ട്. അവൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മനുഷ്യരും ഉണ്ടായിരുന്നു. അവരുടെ തലയുടെ മുകളിൽ ഒരു പ്രത്യേക കളറിലൊരു ചിഹ്നം തിളങ്ങുന്നുണ്ടായിരുന്നു. എന്താ കാര്യം പറ, നീയൊക്കെ എന്നെ ഇതുവരെ എന്താണ് കൊല്ലാത്തത്? ഈ സമയത്ത് ഒരു കൊച്ചി, അതായത് ഒരു പെൺകൊച്ചി ഒരു കുഞ്ഞു കൊച്ചിനെ എടുത്തു പിടിച്ചിട്ടിട്ടുണ്ട്. ആ കൊച്ചാണ് സംസാരിക്കുന്നത്. നിന്നെ കണ്ടിട്ട് കുറച്ചധികം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് മോൺസ്റ്റർ, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ എന്തോ ഒരു മഞ്ഞ കള്ള ക്രിസ്റ്റലി അവൻ്റെ കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കണ്ണിലേക്ക് കുത്തി കയറ്റുന്നുണ്ട്. ഇത് കാണുന്നവൻ ഞെട്ടിത്തരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കൊച്ചു പറയുന്നുണ്ട്, ഹൈന ദി ബ്രോക്കി, ഇന്നു മുതൽ നിന്റെ മിഷൻ എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ ജീവനോടെ പിടിച്ചുകൊണ്ട് വരിക, എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക. അതാണ് നിന്റെ മിഷൻ. ഞാൻ എന്തായാലും നിനക്ക് സ്ട്രെങ്ത് കൂടാൻ പറ്റുന്ന ഒരു സാധ്യത നിന്റെ മേത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിച്ചാൽ അത് നീ സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ. കാര്യം നിന്റെ ഡിസയർ തന്നെ അത് ചേഞ്ച് ചെയ്ത് കളയും. ആ ഒരു സംഭവം വെച്ചതിന് ശേഷമാണ് ബ്രോക്കിയുടെ ആ ഒരു മൈൻഡ് സെറ്റും ആ ഒരു ക്യാരക്ടറും എല്ലാം തന്നെ മാറിപ്പോയത്. ഇതെല്ലാം ഇവൻ്റെ മെമ്മറീസാണ്. സോ അങ്ങനെയാണ് ബ്രോക്കിയുടെ സ്വഭാവം മുഴുവൻ മാറിപ്പോയത്. ആ നായകളാണ് ബ്രോക്കിയുടെ കണ്ണിൽ എന്തോ വെച്ചിട്ടുള്ളത്. അവന്മാർക്കും ഇറ്റർംസോട്ട് എന്തായാലും കണക്ഷൻ ഉണ്ടാകുമോ? സോ സക്സസറിനെ വേണ്ടത് ഇവിടെ റിവെഞ്ചല്ല, പകരം ബ്രോക്കിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനായിട്ട് ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുമോ? പക്ഷെ പെട്ടെന്നാണ് സുഹോ ഞെട്ടിത്തെറിച്ചു പോയത്. അവൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് മൊണാർക്സ് ഹെയർസ് എന്നായിരുന്നു. അതായത് 8 മൊണാർക്സിൻ്റെ ഹെയർസിനെ അവൻ റിക്രൂട്ട് ചെയ്ത് അവൻ്റെ അലൈസാക്കി മാറ്റണം. അത് കഴിയുമ്പോൾ മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നുണ്ട്. അതൊരു ബോൺ സ്കില്ലായിരുന്നു. പെട്ടെന്ന് അവിടെ മുഴുവൻ തിളങ്ങാൻ തുടങ്ങും. ബ്രോക്കിക്ക് എന്നെ സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. നമ്മൾ വെറും പറയുന്നുണ്ട്, ഇതിനു മുമ്പ് മൊണാർക്കിന് സംഭവിച്ചിട്ടില്ല. യങ് മോണാർക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തുമാണ് അനുഭവിക്കുന്നത്. ഈ സെക്കൻഡിൽ തന്നെ ബ്രോക്കി അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. നീയൊക്കെ എന്ത് കാണിച്ചാലും ഞാൻ ഒരിക്കലും നിന്നെയൊക്കെ ജയിപ്പിക്കാൻ വിടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ ഒഴുക്കി വരുന്നത്. അവൻ അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ അറ്റാക്കിൻ്റെ പവർ ഒട്ടും നിസ്സാരമല്ലായിരുന്നു, വലിയൊരു പവർ തന്നെയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അവൻ ഞെട്ടിപ്പോയത്. അവിടെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ബോൺ സ്കില്ല് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. ബ്രോക്കി നോക്കാൻ നേരത്ത് അവൻ്റെ കൈ ആരാണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. സുഹോൻ്റെ തലയും കാണിക്കുന്നുണ്ട്. പക്ഷേ നോർമലല്ല, അവൻ്റെ തലയുടെ കളർ മാറ്റിയിട്ടുണ്ട്. ഇവ വൈറ്റ് കളറാണുള്ളത്. അത് കഴിയുമ്പോൾ നമ്മുടെ സുഹോനെയും കാണിക്കുന്നുണ്ട്. ഇതൊരു ബോൺ സ്കില്ലാണ്, ബീസ്റ്റ് പൊസഷൻ. അങ്ങനെ സുഹോ കംപ്ലീറ്റ്ലി മറ്റൊരാളായിട്ട് മാറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബ്രോക്കി അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ഹെയറിനെ അവൻ അബ്സോർവ് ചെയ്തോ. പക്ഷേ ആ ഓരോ അറ്റാക്കും സുഹോ വളരെ സിമ്പിളായിട്ട് തന്നെ ഡോഡ് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എൻ്റെ ബോഡി വളരെയധികം ലൈറ്റ് ആയതുപോലെ തോന്നുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ സെൻസർ നന്നായിട്ട് ഷാർപ്പുമായിട്ടുണ്ട്, എനിക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ സാധിക്കും. അങ്ങനെ ബ്രോക്കിയുടെ ഓരോ അറ്റാക്കും അവൻ സിമ്പിളായിട്ട് ഡോഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ടൈം കിട്ടിയപ്പോൾ ഒരു കറക്റ്റ് ടൈം നോക്കി തിരിച്ച് ഒരു കിക്കും കൊടുക്കുന്നുണ്ട്. ആ കിക്കിൻ്റെ പവർ വളരെയധികം സ്ട്രോങ്ങർ ആയിരുന്നു. ബ്രോക്കി ചോര വരെ ഛർദ്ദിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ഫൈറ്റ് ചെയ്ത ആ പയ്യൻ തന്നെയാണോ? എന്നാൽ പെട്ടെന്ന് ബ്രോക്കിക്ക് ദേഷ്യം വന്നിട്ട് അവൻ തിരിച്ച് സുഹോൻ്റെ നേരെ ഒരു പഞ്ചായിട്ട് പറയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ബെറോന് മനസ്സിലായി അവൻ്റെ മാന ഇൻക്രീസ് ആകാൻ തുടങ്ങിയത്. അവൻ പറയുന്നുണ്ട്, നീയൊക്കെ എന്ത് ചെയ്താലും ഞാൻ നിന്നെ ഡിഫീറ്റ് ചെയ്തിരിക്കും. ഒരു മനുഷ്യൻ എന്നെ ഒരിക്കലും ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അവസാനം എല്ലാം മാറുന്നത് സ്പീഷീസിലാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹോൻ്റെ നേരെ അവനൊരു പഞ്ച് ചെയ്യുന്നുണ്ട്. ആ പഞ്ച് രണ്ടുപേരും നേർക്ക് നേരാണ് ഇരിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ ബ്രോക്കയുടെ കൈ ബാക്കിലേക്ക് തെറിച്ചു. അവൻ്റെ കൈ ആകട്ടെ ഫുൾ ഡാമേജും ആയിട്ടുണ്ട്. ഈ സമയത്ത് സുഹോ യൂസ് ചെയ്യുന്നത് മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്കില്ലായിരുന്നു. പെട്ടെന്ന് പേര് സംസാരിക്കാൻ തുടങ്ങും. നീ എന്ത് മന്ദബുദ്ധനാണ് പറഞ്ഞത്? അവനെ മോണാർച്ചി ഷാഡോ മോണാർക്കിൻ്റെ പയ്യനാ. അതിനർത്ഥം അവർ പിനക്കിളാണ്, അവരാണ് ഇവിടുത്തെ എപ്പക്സ് പ്രെഡേറ്റർ. അവനോടാണ് നീ സ്പീഷീസിൻ്റെ കാര്യം പറഞ്ഞത്. എന്നാൽ ഇത് കേട്ടതും ബ്രോക്കി ഞെട്ടിത്തെറിച്ചു പോയി. അവന് മനസ്സിലായി ഈ പയ്യൻ അവന് പ്രശ്നമാണെന്ന്. അടുത്ത സെക്കൻഡ് തന്നെ സുഹോ മുകളിലേക്ക് ചാടി താഴത്തേക്ക് ഒരു കിടിലം കിക്ക് ചെയ്യുന്നുണ്ട്. ആ കിക്കിൻ്റെ പവർ
ഒട്ടും നിസ്സാരമല്ലായിരുന്നു. ബ്രോക്ക് എന്നിന്റെ താഴ്ത്തു വന്ന് വീണ് അവിടെ വലിയൊരു ശബ്ദം ഉണ്ടാകുന്നുണ്ട്. സുഹോ പഴയ പോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് അവർ രണ്ടായിട്ടും മാറിയിട്ടുണ്ട്. പക്ഷെ ബ്രോക്കി എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഇനിയും സ്ട്രോങ്ങർ ആയിട്ട് മാറണം, എനിക്ക് ഇനിയും സ്ട്രോങ്ങർ ആകണം. ഈ സമയത്താട്ടെ ആ ഒരു വൂൾഫ് വന്ന് അവനെ നക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അവൻ്റെ കണ്ണിലുണ്ടായിരുന്ന അത് പൊടിഞ്ഞു പോകും. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് എല്ലാം ഓർമ്മ വന്നത്, ഞാൻ സ്ട്രോങ്ങർ ആകണം സറക്കാൻ. എനിക്ക് താങ്കളോട് വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു. കാര്യം എനിക്ക് താങ്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ബ്രോക്കി അവിടെ മരിക്കുവാണ്. സുഹോ അങ്ങനെ ബെറുവിനൊക്കെ ചോദിക്കുന്നുണ്ട്, ബെറു നീ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നിനക്ക് ഇവൻ്റെ സൈഡിൽ നിന്ന് ഇറ്റാനംസിൻ്റെ എനർജി സെൻസ് ചെയ്യാൻ സാധിച്ചെന്ന്. എനിക്ക് ഒരു ഡൗട്ടുണ്ട്. കാര്യം കുറച്ച് മുമ്പ് എനിക്ക് കുറച്ച് മെമ്മറീസ് കാണാൻ സാധിച്ചു. അവിടെ കുറച്ചധികം ഹണ്ടേഴ്സ് ഇവിടേക്ക് വന്ന് ബ്രോക്കിനെ പിടിച്ച് അവൻ്റെ കണ്ണിലേക്ക് എന്തോ ഒന്ന് വെക്കുന്നുണ്ടായിരുന്നു. സോ ആ ഹണ്ടേഴ്സ് ഇറ്റാറംസ് ആകാൻ ചാൻസ് ഉണ്ടോ? അവരെന്തിനായിരിക്കും ബ്രോക്കിനെ അറ്റാക്ക് ചെയ്തത്? അവരൊരിക്കലും ഇറ്റാറംസ് ആകാൻ ചാൻസ് ഇല്ല. കാര്യം ഔട്ടർ കോഡ്സ് ഒരിക്കലും നേർക്ക് നിന്ന് ഫൈറ്റ് ചെയ്യത്തില്ല. അവരവരുടെ അപ്പോസ്റ്റൽസിനെ അയക്കാനായിരിക്കും ചാൻസ് ഉള്ളത്. അതുകൊണ്ട് അത് അപ്പോസ്റ്റൽസ് ആകാനായിരിക്കും ചാൻസ്. അതുമാത്രമല്ല അത് ചിലപ്പോൾ ഈ ലോകത്തെ ഇൻവെൻഷനെ പറ്റി എന്തെങ്കിലും റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാനാണ് ചാൻസ് ഉണ്ട്. സോ അതിനർത്ഥം ഇറ്റാറംസിൻ്റെ അപ്പോസ്റ്റൽസ് ഓൾറെഡി എർത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കോപ്പ് എനിക്ക് കുറച്ചുകൂടെ ഇൻഫർമേഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ എല്ലാ പോസിബിലിറ്റിയും തീർന്നല്ലോ. അല്ല, അതിനൊരു വഴിയുണ്ട്. എന്ത്? എനിക്ക് ബ്രോക്കയുടെ മെമ്മറീസ് കാണാൻ സാധിക്കും. ഞാൻ അവനെ ഡിവോർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും അവൻ്റെ മെമ്മറീസ് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല എനിക്ക് കുറച്ച് മാനെ അങ്ങനെ റിക്കവർ ചെയ്യാൻ സാധിക്കും. അതാകുമ്പോൾ എന്താ ഒറ്റ വഴിക്ക് 2 പക്ഷി നമുക്ക് കിട്ടുമല്ലോ. നിനക്ക് അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടായിരുന്നല്ലേ. പക്ഷേ സുഹോ നോക്കാൻ നേരത്ത് നമ്മുടെ ഹെയർ ഉണ്ടല്ലോ, അവൻ ബ്രോക്കയുടെ സൈഡിൽ തന്നെ നിൽക്കുമായിരുന്നു. അവൻ പോയി പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുന്നോ, ഞാൻ നിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, അവിടെ നിന്നെ ഇൻട്രൊഡ്യൂഷൻ ചെയ്യാം. അടുത്ത സെക്കൻഡ് തന്നെ അവൻ ചാടി സുഹോനെ നക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ ഷാർട്ട് ഡഞ്ചനിലേക്കുള്ള ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബെറുവിനോട് പറയുന്നുണ്ട്, ബെറു ബാക്കിയൊക്കെ നിൻ്റെ കയ്യിലാണെന്നും പറഞ്ഞുകൊണ്ട് അവർ അതിൻ്റെ അകത്തേക്ക് കയറാനും പോകും. ഈ സമയത്ത് നമ്മുടെ ബെറു പറയുന്നുണ്ട്, യങ്മണർച്ച് എന്തായാലും ഈ കാര്യം ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. അങ്ങനെ കുറച്ചധികം സമയം പാസ്സായിട്ടുണ്ട്. നമ്മുടെ ബെറു ചോദിക്കുന്നുണ്ട്, അല്ലേ യങ്മണർച്ച് നമ്മൾ വീട്ടിൽ പോകുന്നതിന് പകരം എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്? ഇവന് ജീവിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ട ആദ്യം. എവിടെ? ഷാഡോ ഡഞ്ചൻ്റെ അകത്തോ? പിന്നെ അല്ലാതെ അവനുമായിട്ട് എനിക്കിപ്പോൾ ഒരു അലയൻസ് ഉണ്ട്. അത് മാത്രമല്ല അവനിപ്പോൾ ഗാർഡിയനും ഇല്ല, സാഞ്ചുറിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടേ അവനെ നോക്കാൻ. ഈ സമയത്താണ് അവൻ ചോദിക്കുന്നുണ്ട് അവനൊരു പേര് വേണമെന്ന്. ഈ പേര് വേണമെന്നുള്ളത് ഒരു സിസ്റ്റത്തിന് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സുഹു ചോദിക്കുന്നുണ്ട്, ഞാൻ തന്നെ പേരിടണോ? നിന്റെ കളർ കണ്ടിട്ട് ഒരു കാര്യം ചെയ്യാം, ഗ്രേ നിത. ഇത് കേൾക്കുന്ന ബെറും പറയുന്നുണ്ട്, അച്ഛനെ പോലെ തന്നെയാണ് മകനും. എന്നാൽ ആ പേര് അവന് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഗ്രേ എന്നുള്ള പേര് അവൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഗ്രേ എന്തായാലും ഈ ടെറിട്ടറി ഞാൻ നിൻ്റെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിനക്കിനി യൂസ് ചെയ്യാം. അങ്ങനെ ഷാഡോ ഡഞ്ചൻ്റെ ഒരു കൊച്ചു ടെറിട്ടറി ഇപ്പോൾ ഗ്രേഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ല ബെറു, ഇവൻ എന്തായിരിക്കും കഴിക്കാൻ പോകുന്നത്? അവൻ ഫാങ്ങിൻ്റെ ബ്ലഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ അവൻ ആ ജീവനുള്ള ആരെങ്കിലൊക്കെ കഴിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കണ്ണിൽ പെടാത്ത കുറച്ചധികം പേര് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതൊക്കെ അവൻ നോക്കിക്കോളും. പിന്നെ കാണിക്കുന്നത് ഗ്രേ ഹണ്ട് ചെയ്യുന്നതാണ്. അവനോടുള്ള കുറേ ഗോബ്ലിൻസിനെ കട്ടിച്ച് കീറി കൊല്ലുന്നുണ്ട്. എന്തായാലും ഗ്രേ ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഇതൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബെറുവിനെ ആ ഒരു ക്വസ്റ്റ് കാണിക്കുന്നുണ്ട്. എടാ ഇത് കണ്ട, മൊണാക്സിൻ്റെ ഹേസിനെയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ ടീംമേറ്റ്സ് ആക്കാനാണ് ഈ ഒരു ക്വസ്റ്റ് പറയുന്നത്. മൊണാക്സിൻ്റെ ഹേസിനെയോ? ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ ഇല്ലായിരുന്നു കേട്ടോ. ഇത് പുതിയതെന്തോ സെറ്റപ്പാണ്. സത്യം പറഞ്ഞാൽ ഈ സിസ്റ്റം താങ്കൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പല പരിപാടികളും ഇതിൻ്റെ അന്നേരത്ത് മാറ്റിയിട്ടുണ്ട്. ആവശ്യമില്ലാത്തതോ? സംഭവം വേറൊന്നുമില്ല. പണ്ട് ഈ സിസ്റ്റത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സംജൻവു എന്ന് പറയുന്ന മനുഷ്യനെ ഷാഡോ മൊണാർക്കിൻ്റെ വെസലാക്കി മാറ്റാൻ വേണ്ടി ആർക്കിടെക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സ്കീമായിരുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുന്നത് ഈ ജിനുവിൻ്റെ സോള് മരിച്ചിട്ട് അവിടെ നമ്മുടെ പഴയ ഷാഡോ മൊണാർക്ക് കയറുമായിരുന്നു. എന്നാൽ താങ്കളുടെ അച്ഛൻ അതൊക്കെ ഓവർകം ചെയ്ത് ആ സിസ്റ്റത്തെ തന്നെ ഡിവോർസ് ചെയ്ത് ഷാഡോ മൊണാർക്കായി മാറുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി ലെവലപ്പ് ആവേണ്ട കാര്യവുമില്ല. സോ നീ പറയുന്നത് ഈ സിസ്റ്റം എന്നെ ഒരു ഷാഡോ മൊണാർക്കാക്കി മാറ്റുമെന്നാണ്? അങ്ങനെ പറയാൻ വഴിയില്ല. കാര്യം ഈ ലോകത്ത് ഒരു ഷാഡോ മൊണാർക്കേ ഉണ്ടാകത്തുള്ളല്ലോ. എനിക്ക് തോന്നുന്നത് താങ്കളെ ഈ സിസ്റ്റം അഡാപ്റ്റ് ചെയ്ത് താങ്കൾക്ക് പറ്റിയൊരു പാതയിലേക്ക് സിസ്റ്റം നയിക്കുവാണെന്നായിരിക്കും. സോ അതായിരിക്കും ചിലപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആ കോസ്റ്റൊക്കെ താങ്കളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതും. അതിനർത്ഥം എൻ്റെ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റ് മറ്റെന്തോ ആണെന്നാണല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ നോക്കാനടുത്ത് എൻ്റെ സ്റ്റാറ്റസ് വിൻഡോയുടെ അകത്ത് ക്ലാസ് നണ്ണെന്നാണ് കിടക്കുന്നത്. അവിടെ മറ്റെന്താണ് കാണിക്കുന്നത്. സോ എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇനിയും സ്ട്രോങ്ങറായിട്ട് മാറും. പക്ഷേ ഇപ്പോൾ ഞാൻ നിലവിൽ വീക്കാണ്. ഇനിയും എനിക്ക് സ്ട്രോങ്ങറായി മാറിയേ പറ്റൂ. ഗ്രേ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ബ്രോക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനർത്ഥം ഞാൻ ഇനിയും സ്ട്രോങ്ങറായിട്ട് മാറണം. എനിക്കിനി ക്വസ്റ്റൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. അല്ല, പറഞ്ഞതുപോലെ നിനക്ക് എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ കിട്ടിയോ ബ്രോക്കയുടെ കയ്യിൽ നിന്ന്? ഇല്ല, ഞാൻ നോക്കി. പക്ഷേ അവൻ്റെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മറ്റൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ക്ലൂവോ? അതെ, മനുഷ്യരുടെ കയ്യിൽ അവിടെ നിന്ന് മനുഷ്യരുടെ ഇതിൽ നിന്നാണ് എനിക്ക് ആ ക്ലൂ കിട്ടിയത്. ഈ കിഡ്നാപ്സിനും ബാക്കിയുള്ള കാര്യത്തിനും ഹൈന ഗിൽഡിനും കൂടെ മറ്റൊരു മെയിനുള്ള ഗിൽഡ് കൂടെ ഉണ്ടായിരുന്നു.
ആ ഗിൽഡിന്റെ പേര് ഗ്രിം റീപ്പർ എന്നാണ്. ആ ഗിൽഡിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഇറ്റാറംസിനെ പറ്റിയുള്ള എന്തെങ്കിലും ഐഡിയ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ കാണുന്നത് ഒരു ഫോൺ കോൾ വരുന്നതാണ്. ആ കോൾ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, താങ്ക് എന്ത് പറ്റി, നീ സൗത്ത് ഈസ്റ്റിലേക്ക് പോയില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ന്യൂസ് കണ്ടില്ലേ? ഹൈന ഗിൽഡിലെ ഇൻസിഡന്റ് നീ കാരണമല്ലോ ഉണ്ടായത്. ന്യൂസോ ഇൻസിഡന്റോ ഹൈന ഗിൽഡോ? നീ എന്താണ് ഈ പറയുന്നത്? നീ വെറുതെ കിടന്ന് കളിക്കല്ലേ ലീ മിങ് സങ്. എനിക്കറിയാം നീ തന്നെയാണ് ഇത് ചെയ്യണമെന്ന്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഓൾറെഡി ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷേ അസോസിയേഷൻ കണ്ടുപിടിച്ചാൽ അതൊരിക്കലും ഇങ്ങനെ ആയിരിക്കത്തില്ല. നിനക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, പക്ഷേ നിന്റെ മേലിലാണുള്ളതെന്ന് നീ ഓർക്കണം. അതുകൊണ്ട് തന്നെ നീ ചെയ്ത പരിപാടിയൊക്കെ മര്യാദ നീ തന്നെ നിർത്താൻ തോന്നിക്കോ. എന്നിട്ട് അവൻ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. നായ, അവൻ എത്ര ധൈര്യമുട്ടനാണ് അവൻ പറഞ്ഞിട്ട് അവൻ്റെ കോൾ കട്ട് ചെയ്തത്. അവൻ എൻ്റെ വെറൊരു ഡ്രൈവർ മാത്രമായിരുന്നു. ഇപ്പോൾ ഒരു സ്ട്രോങ് ഹണ്ടറായപ്പോൾ അവൻ്റെ അഹങ്കാരം നോക്കിക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ ബെഞ്ച് തന്നെ അവൻ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ബ്രോക്കിനെ ഡിഫീറ്റ് ചെയ്തത് ആരാണെന്ന് വലിയ ഐഡിയ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയ ഇൻഫോർമേഷൻ വെച്ച് നോക്കുന്നത് അവനൊരു പയ്യനാണ്. അതിലുപരി ഒരു ബ്ലാക്ക് മാസ്കോ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. എന്തായാലും അതിലൊന്നും തലയിടാൻ ഇപ്പം എനിക്ക് നേരമില്ല. കാര്യം ഇതാണ് ഇപ്പം എൻ്റെ പ്രയോറിറ്റി, ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ കാണിക്കുന്നത് ലീ മിൻസ് അങ്ങനെയാണ്. പുള്ളിക്കാരൻ ഗ്രിം റീപ്പർ ഗിൽഡിലെ വൈസ് CEO ആണ്. അവനൊരു റാങ്ക് ഹണ്ടറാണ്. ഈ ബിസിനസ് നന്നായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ആർക്കും തന്നെ ഇനി എന്നെ താഴ്ത്തി കാണാൻ പറ്റത്തില്ല. കാര്യം ഇത് ഹണ്ടർ അവേക്കണിങ് സ്റ്റിമുലേറ്റ് സ്റ്റാർഡസ്റ്റ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, നിങ്ങൾക്ക് ഈ ലീ മിൻസ് അങ്ങനെ മനസ്സിലായോ? സത്യം പറഞ്ഞാൽ സോളോ ലെവലിംഗ് സീസൺ 2 അകത്ത് ഒരു സിനിമ നടൻ വരത്തില്ലേ സങ് ജിനുവിൻ്റെ കൂടെ തന്നെ, അതേ ആൾ തന്നെയാണ് ഈ ലീ മിൻ സങ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു റാങ്ക് ഹണ്ടർ ആയിട്ടുണ്ട്. ആൻഡ് സോളോ ലെവലിംഗ് റാഗ്നറോക്കിനകത്ത് പുള്ളിക്കാരൻ ഒരു വില്ലനാണ്. സോ അടുത്ത എപ്പിസോഡൊക്കെ ഉടനെ തന്നെ വരുന്നുണ്ട്. അതൊന്നും മിസ്സാകരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.